ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൾ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോസ് ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ തിരക്കുകളും ജോലിയും അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒന്നാമത് വർക്കും കുട്ടികളുടെ കാര്യവും വീട്ടിലെ തിരക്കും ഒക്കെ പാടായിട്ടാണ് എനിക്ക് വീഡിയോസ് എടുക്കാനും ചിലപ്പോൾ വീഡിയോസ് ഒരുപാട് എടുത്തിട്ടുണ്ടാവും, അത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടലുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു എനർജി വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഡെയിലി വെച്ചിട്ട് വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഓരോ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോസ് ഇങ്ങനെ കൂടുതൽ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. എനിക്കറിയില്ല അത് എത്രത്തോളം സക്സസ് ആവുന്നു. ഓരോ പ്രാവശ്യം ഞാൻ അങ്ങനെ പറയുമ്പോഴും എന്നെക്കൊണ്ട് പറ്റലില്ല. അപ്പം ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരും ഓക്കെ അല്ലേ വീഡിയോസ് ഒക്കെ എടുക്കാൻ? മമ്മനെ സപ്പോർട്ട് ചെയ്തല്ലേ? ആര് ബേബി മമ്മക്ക് വീഡിയോ എടുത്തു തരുമോ? ഓക്കെ അല്ലേ? അപ്പൊ ആരിനെന്തായാലും ഓക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ ഞങ്ങള് ഡെയിലി വീഡിയോ ഇട്ട് വരില്ലേ? ഓക്കേ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ചായപ്പരിപാടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. രാവിലെ ഒരു തിരക്ക് തന്നെയാണ്. രാവിലെ കാഹിലിന് പോകണം, ഇക്കാക്ക് പോകണം, ആര്യന് ഡേ കെയർ പോകണം, എനിക്ക് വർക്കിന് പോകണം. അങ്ങനെ എല്ലാ തിരക്കാണ്. അവർക്കൊക്കെ കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സെറ്റാക്കണം. രാവിലെ തന്നെ രണ്ടാൾക്കും ഫുഡ് എടുക്കാൻ ഓരോ ഫുഡ് എടുത്ത് കാഹിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്ന് ഫ്രീ ആവും. കാഹിന് രാവിലെ നേരത്തെ പോകണമല്ലോ. അപ്പോൾ അവന് പോകുമ്പോഴത്തേന് ഓന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാൻ അത് മതി. പിന്നെ ഓനുള്ള ലഞ്ച് ഞാൻ ഫാർമസി പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വണ്ടി വന്നു. ഓൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഓൻ നോക്കിക്കോളും. അതുകൊണ്ട് എനിക്ക് ഓനെ ഒരുക്കി പറഞ്ഞയക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് കലക്കി പറന്നപ്പാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇതും അതൊക്കെ ഒരു ചട്ടിനി. ഈ ഒരു നമുക്ക് വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിലോ നമുക്കത് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഇതിങ്ങനെ പാർന്നാൽ മതി. പിന്നെ അതൊക്കെ ഒരു ചട്ടിനി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് മടുക്കൂല. ഞാനൊക്കെ ഇത് ഒരുപാട് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതേനി. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇന്ന് സാധാരണ ഞാൻ വല്ല തട്ടിക്കൂട്ട് ബിരിയാണി, തട്ടിക്കൂട്ട് മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ വെറും ചോറാണ്. ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കിഴങ്ങ് പൊരിച്ചതും ചോറാണ് ആക്കിയത്. എനിക്ക് ഏകദേശം ഇന്നിപ്പോൾ ഇക്കാക്ക് ഫുഡ് കൊണ്ടുപോകണില്ല. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 4 പാത്രത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. അതേപോലെ തന്നെ ആര്യനും കാഹിലിനും കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റും ആക്കണം. എനിക്കും ഈ പറഞ്ഞ മാതിരി ഞാൻ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ അവിടുത്തെ അടുത്തത്തെ കടയിൽ നിന്ന് എന്തെങ്കിലും ചായ കടി കഴിക്കും. അധികം ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കലുണ്ട്. അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ തട്ടിക്കൂട്ടാണ്. ചിക്കൻ ഉണ്ടായില്ല. അതുകൊണ്ട് കിഴങ്ങ് ഫ്രൈ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ ഇത്. ഓർക്ക് കിഴങ്ങ് പൊരിച്ചതാണെന്നുണ്ടെങ്കിലും ചോറ് തിന്നാൻ അത് മതി. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. പിന്നെ അങ്ങോട്ട് സമയം പെട്ടെന്നാണ് പോവുക. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആര്യനെ ഡ്രസ്സ് മാറ്റി ഞാനവിടെ റെഡിയാക്കി നിർത്തും. ഓന് രാവിലെ ഓൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓന് ഡേ കെയറിൽ പോകണം. അപ്പോൾ ഫസ്റ്റ് ഞാനാ പോവുക, പിന്നെ ഓനും പോവുക. അപ്പം ഇവരെന്നെ ഫസ്റ്റ് ആക്കി തരും. അപ്പത്തിന് ഞാൻ ഓനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓൻ്റെ ബാഗിൽ റെഡിയാക്കി വെക്കും. അതേപോലെ തന്നെ ഓനെ മാറ്റി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ ഓന് രാവിലെ ഡേ കെയറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതാ പിന്നെയുള്ളൊരു സമാധാനം. അതൊക്കെ ഓനെ എനിക്ക് ഇട്ടിട്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ ഓനിത് ഡേ കെയർ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഓൻ അവിടെ പോകണത് ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഓനെ മാറ്റിച്ച് പോകുമ്പോഴൊരു സങ്കടമൊന്നുമില്ല. പിന്നെ ഓന് ഇപ്പം ഏകദേശം 3 വയസ്സായി. ഇതിൻ്റെ മുമ്പ് 2-2.5 വയസ്സായപ്പോൾ ഞാൻ ഓനെ ഡേ കെയറിലാക്കിയിട്ട് പോകൽ തുടങ്ങിയതാണ്. പക്ഷേ ആ സമയത്ത് ഓന് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. സ്കൂളിൽ പോകണം, മിസ്സിനെ കാണാൻ പോകണം എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അപ്പം ഞാൻ ഇക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചില ദിവസം ഞാൻ മാറ്റി ഒരുങ്ങി കഴിഞ്ഞാലും ഇക്ക വരാൻ വൈകുമ്പോഴാണ് എനിക്ക് ജോലിക്ക് പോകാൻ നേരം. കട രാവിലെ തുറക്കുമ്പോൾ ഞാനുണ്ടാവും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തണം. അപ്പോൾ രാവിലെ ഞാൻ ചിലപ്പോൾ ഒരുങ്ങി കഴിഞ്ഞാലും ഇക്ക എത്താൻ ചിലപ്പോൾ നേരം വൈകും. അങ്ങനെ ഞാനും റെഡിയായി, ആരും റെഡിയായി. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഓനും ഫുഡ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ അധികവും എനിക്ക് രാവിലെയും ചിലപ്പം ഫുഡ് കഴിക്കാൻ ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം പാത്രത്തിലാക്കിയിട്ട് പോയേക്കാം. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ ഞാൻ റെഡി ആയിക്കണം. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്.
രാവിലെ ജോലിക്ക് പോകണവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. രാവിലെ നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ശരിക്കും ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ, വെറുതെ വീട്ടിലിരുന്നാൽ പോരെ. സത്യത്തിൽ അങ്ങനെയല്ല, ഈ തിരക്കാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ 2 ദിവസം ലീവ് എടുത്ത് നിന്നാൽ കഴിഞ്ഞു, ഭയങ്കര മടി ചടപ്പ്. ശരിക്കും ഈ ഒരു ബിസി ലൈഫാണ് നമ്മളെ ഒന്നും കൂടി ഉന്മേഷവതികളാക്കുന്നതും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതും. പിന്നെ അതിനിടയിൽ പെട്ടെന്നൊക്കെ വന്ന് ഞാനങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആരിനുള്ള ഫുഡൊക്കെ ബാഗിലാക്കിയിട്ട് എനിക്കുള്ള ഫുഡും ബാഗിലാക്കിയിട്ട് പെട്ടെന്ന് റെഡിയായി ഞങ്ങളങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഈ ടൈമിൽ ഇക്ക പോകില്ല, ഇക്കാക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയി. ആര്യനെ ശരിക്കും ഇപ്പം ഞാൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ ടൈമിൽ ആര്യനെ ഡേ കെയറിൽ ആക്കൂല, ഓനെന്നെ വർക്കിനാക്കി തരാൻ വേണ്ടിയാണ്ട് പോരുകയാണ്. ഓന് ഒരു 9:30 ആകുമ്പോൾ പോയാൽ മതി. എനിക്ക് നേരത്തെ പോകണം, എനിക്ക് 8:45 9 മണിയാകുമ്പോഴത്തേനും എൻ്റെ ഫാർമസിയിൽ എത്തണം, അല്ലെങ്കിൽ എനിക്ക് സീനാണ്. അപ്പോൾ ഞാൻ പോകും, ഒരു രണ്ടാളും പിന്നെ റെഡി ആയിട്ട് പിന്നെ പോവേക്കരാം. അധികം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ അവനെ റെഡിയാക്കി നിർത്തലില്ല, തന്നെ റെഡിയാക്കലെന്ന്. അപ്പോൾ എനിക്ക് ടൈമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റെഡിയാക്കിയതാണ്. അങ്ങനെ ഫാർമസിയിലെത്തി. പിന്നെ ഫാർമസിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ 1-2 സ്റ്റാഫുകൾ വേറെയും വരും. പിന്നെ ഫാർമസിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ ലോകമാണ്. ഞാൻ മൗലാനൻ്റെ ഓപ്പോസിറ്റ് ഫാർമസിയിൽ വർക്ക് ചെയ്യണം. നമുക്ക് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള ഫാർമസിയാണ്. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്തതിന് ഫാർമസിയിൽ എനിക്ക് വെറുത്തിരിക്കുന്ന പരിപാടിയാണ്. ഇവിടെത്തിയപ്പോൾ ഞാൻ കുറച്ചൊക്കെ വർക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ മടിയൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊക്കെ ഒരുപാട് ചീട്ടുകൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ പഠിച്ചത് ഞാനിവിടെ വന്നിട്ടാണ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും. രാവിലെ വന്നാൽ അതൊക്കെ ചെയ്തിട്ട് ശരിക്കും എനിക്ക് ഫാർമസിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാനൊന്നും കൂടി ഓണാവും. എനിക്കിവിടെ വർക്ക് ചെയ്യാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കമ്പനികളുണ്ട്, നമ്മൾ അതേ സെയിം വൈബുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയുക വെച്ചാൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിനാൽ ഞാൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ മാത്രം ഫോണിൽ കുറേ കളിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ഒറ്റക്കായിട്ടുള്ളൊരു ഇതാണ്. ഇതിപ്പോൾ ഞാനൊരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയിക്കാണ്. ശരിക്കും പറയുക വെച്ചാൽ ഇവരാണ് ഇപ്പം എൻ്റെ ഒരു ഫാമിലി. സത്യം പറയുക വെച്ചാൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഓടി വരാനും ഒക്കത്തിനും എനിക്കിപ്പോൾ ഞങ്ങൾ വേറെ താമസിക്കലോടങ്ങിയതിന് ശേഷം അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് കൂടുതൽ ഇവരൊക്കെയാണ് എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണതൊന്നും ഒരറിയണില്ല, ഒരറിയാതെ ഞാൻ ഓരോ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഫാർമസിയിലെത്തി ഒരു ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിശക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കണം. എൻ്റെ ഇടയിൽ ടീ ബ്രേക്ക് ഉണ്ടാവലുണ്ട്, അത് ഞാൻ സത്യം പറയാച്ചാൽ വീഡിയോ എടുക്കാൻ മറന്നു. ഇതിപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ്. ഞാനും അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് വീണ്ടും ഫാർമസിയിലെത്തി. ഇതാണ് ഞങ്ങളെ പ്രസാദേട്ടനാണ് ഞങ്ങൾ സീനിയർ സ്റ്റാഫ്. ഫാർമസിൻ്റെ ഉൾഭാഗമായിട്ട് നമുക്ക് താഴെ മാത്രമല്ല മുകളിലുണ്ട്. മുകളിൽ ഹോൾസെയിലും അടിയിൽ റീറ്റെയിലും ഒക്കെ ആയിട്ട് ശരിക്കും പറയുക വലിയൊരു ഫാർമസിയാണ് ഉള്ളത്. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും സ്പേസ് ഉണ്ട്. ഇതാണ് മുകൾ ഭാഗം. ഇത് ഇവിടെ ഉണ്ടാവുന്ന സ്റ്റാഫുകൾ. നമ്മൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് എല്ലായിടത്തായിട്ടും വരും. അതിൻ്റെ ഇടയിൽ അങ്ങനെ ഈവനിങ്ങിൽ ചായ കുടിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇപ്പോൾ നമ്മൾ അരിബേബിനെ കൊണ്ടുപോകാൻ പോവാണ്. ഞാൻ ഇതിനെ കൂട്ടിയിട്ടാണ് പോയത്. അരിബേബിൻ്റെ ഡേ കെയറിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കൂട്ടിയിട്ട് വരും. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ ഫാർമസിയിൽ നിന്ന് ഞാനും ആര്യനും അതിൻ്റെ ഇടയിൽ കാഹിലൊക്കെ വന്നീന് കേട്ടോ. കാഹിൽ വന്ന് ഓന് ഫാർമസിയിൽ വെയിറ്റ് ചെയ്യലാണ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ നേരെ തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി വെച്ചാൽ ഇവരെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ലോക്കാക്കിയിട്ട് ഇനി എൻ്റെ പരിപാടികൾ നോക്കണം. ഇപ്പം ഞാൻ പോകുമ്പോൾ വരെ ജിമ്മിന് കൊണ്ടുപോകില്ല. സാധാരണ ഇവരെയും കൊണ്ടാണ് ഞാൻ പോവൽ. ഡാൻസ് ക്ലാസ്സിനാണെങ്കിലും ജിമ്മിനൊക്കെ ആണെങ്കിലും ഇവരെയും കൊണ്ടാണ് പോവൽ. ഇപ്പോൾ പിന്നെ ഇവരെന്നെ പറയും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം TV കണ്ടെന്ന്. 1 മണിക്കൂറത്തെ ഗ്യാപ്പല്ലേ, അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് വരും. ഞാൻ എൻ്റെ സൈക്കിളിലാണ് പോവൽ. ഡാൻസ് ക്ലാസ്സിനാണെങ്കിലും ജിമ്മിലാണെങ്കിലും അങ്ങനെ പോവൽ. അങ്ങനെ ചടപടെ ജിമ്മിലെത്തി. അടുത്ത് തന്നെയാണ് ജിമ്മാണെങ്കിലും ഡാൻസ് ക്ലാസ് ആണെങ്കിലും. അപ്പോൾ ജിമ്മിലെത്തി കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇന്ന് ഞാൻ കാർഡിയോയിൽ കയറിയിരുന്നു. അത് ശരിക്കും എനിക്ക് വേണ്ടിയില്ല തോന്നി. കാരണം ഞാനിങ്ങനെ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഹെവി വർക്കൗട്ട് ആകുമ്പോൾ ശരിക്കും നല്ല ബോഡി പെയിനാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.